പ്രൈസ് കൂടുതലാണ്. അത് ഓരോ ഡീലർഷിപ്പ്മാർ ചെയ്യുന്നതല്ല, ആണോ? കമ്പനിയായിട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും കൂടുതൽ പറയാറുണ്ടോ? നമ്മൾ അടുത്തതിലേക്ക് പോകുന്ന വഴിക്ക് പറയാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പിന്നെ അബ്ദുവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യട്ടെ. അൻസാർ, സോറി, ഇത് അൻസാർ. ഓക്കെ. അപ്പോൾ അൻസാറിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ പേര് അൻസാറാണ്. ഞാൻ 2020 വന്നതാണ്, സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. നാട് ട്രിവാൻഡ്രമാണ്. വീടിൻ്റെ അടുത്താണ്. അൽഹംദുലില്ലാ ഹെയറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അൻസാർ പല സ്റ്റോറീസും ഇങ്ങനെ പറയാറുണ്ട്. ഫസ്റ്റ് ഇവിടേക്ക് വന്നത് അബ്ദു ആയിരുന്നു. അപ്പോൾ അബ്ദു അന്ന് വരുന്ന സമയത്ത് പറയട്ടെ, അബ്ദു അന്ന് വരുന്ന സമയത്ത് അൻസാർ കൊതിയോടെ നോക്കി നിന്നതായിരുന്നു കാനഡയിൽ എത്തണം എന്നുള്ള മോഹം. അങ്ങനെ എത്തിയതാണ്. പിന്നെ എന്നിട്ട് കാനഡ എത്തിയിട്ട് ഇപ്പം എന്താ കാനഡനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? കാനഡയെ പറ്റി അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരുപാട് നല്ല അഭിപ്രായമാണ്. കുഴപ്പമില്ല, നല്ല ഒരു സന്തോഷമാണ്. ഇതിനൊക്കെ സുഹൃത്തുക്കളോടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യണതും അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഫ്രണ്ട്സാണ്. അപ്പോൾ ഫ്രണ്ട്സിനോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞൊരു എൻജോയ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് ജീവിതം പഠിക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൊരു റിയലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഒരു കാനഡ എന്ന് പറയുന്നത്. അപ്പം അൻസാർ കുറേ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിച്ചത്. റിയാലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നിരുന്നാലും അത് ഡിപ്പെൻസ് ഓൺ ആൾക്കാരിലാണ് അത് വരുന്നത്. കാരണം ഇപ്പം ജോലി കിട്ടാനൊക്കെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ടൈമാണ്. ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ പൈസ നിങ്ങൾക്ക് നേരെ നാട്ടിലേക്ക് അയക്കാം. അവിടെ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. ആ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ പേറോളിന് ഏകദേശം 22% അല്ലേ പിന്നെ കട്ട് ചെയ്തിട്ടാണ് എന്ത് വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പൂതിയൊന്നും കബളിപ്പിക്കാൻ. ഞാൻ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു 100% നമ്മുടെ സാലറി വെച്ച് നോക്കുമ്പോൾ ഒരു 60% മാത്രമേ നമ്മൾ അതിൽ ടേക്ക് ഹോം വീട്ടിലെടുത്തോണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു $1,00,000 സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് $1,50,000 ഉണ്ടാക്കിയിട്ട് അതിൽ 50,000 ടാക്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല തന്നെയല്ലേ വരുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്നതിന് ഓരോ ബ്രാക്കറ്റ് ഉണ്ട്. 1,00,000 മേലിലാകുമ്പോൾ ഇത്രയും ബ്രാക്കറ്റ് ആവും, അങ്ങനെ 1,50,000 ആകുമ്പോൾ ഇത്രയും ബ്രാക്കറ്റ് ആവും. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോലി നോക്കാം. അപ്പോൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ജോലിയാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത്? അതിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ലൈഫും നമ്മുടെ കരിയറും നല്ലതാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നല്ല കാശ് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. തട്ടിക്കാനും വെട്ടിക്കാനും പോകാണ്ടിരുന്നാൽ മാത്രം. ഇവിടെ വളരെ തന്ത്രപൂർവമായിട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് നമുക്ക് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും അറിയണ്ടാവില്ല. കുറേ ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക, പിന്നെ മാസം വരുന്നത് വാങ്ങിങ്ങനെയുള്ള അല്ലേ. വേറെ ഇതിലേക്കൊന്നും അതിനൊക്കെ കുറേ ധൈര്യവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എത്തിക്കലായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലീഗലായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. കാരണം ഞാൻ പറയുമ്പോൾ ഒരു നാടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല, നല്ല ചീത്തയും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. ഈവൻ വസ്തുക്കളിലായിരുന്നാലും മനുഷ്യന്മാരിലായിരുന്നാലും ജോലിയിലായിരുന്നാലും എല്ലാത്തിലും ഉണ്ട് നല്ലത് ചീത്ത. അതിൽ ഏതാണോ നമുക്ക് നല്ലത്, ഏതാണോ യുക്തിക്ക് നിരക്കുന്ന കാര്യം, ഏതാണോ പടച്ചവന് നിരക്കുന്ന കാര്യം, അത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് 2-3 ഫണ്ണി തിങ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളിത് പ്ലാൻ ചെയ്തത് ഇപ്പോൾ ടൈം 11 മണി, 11:10. നമ്മളൊരു 9:30 നയാഗ്ര പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. ഇന്നത്തെ ഡേറ്റ് നമ്മൾ പറഞ്ഞില്ല അല്ലേ സാർ? ഫോൺ കയ്യിലുണ്ടോ? 14 April 2024. ഓക്കെ, 14 April 2024. വെതർ ഏകദേശം 9 degree ആണല്ലേ? ഫീൽസ് ലൈക്ക് 10, അതായത് നല്ല വെതറാണ്. അപ്പോൾ നമ്മൾ ക്യാമറ, അബ്ദു, പിന്നെ ഡ്രോണൊക്കെ എടുത്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മളെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം.
ചിലപ്പോൾ ഞാൻ ഒറ്റ ഫുൾ വീഡിയോ ആയിട്ടായിരിക്കും ഇടുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടല്ല, അല്ലെങ്കിൽ നോക്കാം. ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് മെയിൻ നയഗ്രയിലല്ല, നയഗ്രയിൽ നമ്മൾ മിക്കപ്പോഴും പോകാറുള്ളതാണ്. അതുകൊണ്ട് സാരഥി ഞാനാണ്, കൊണ്ടുപോകുന്നത് ഞാനാണ്. കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളാവും. ഓക്കെ, പക്ഷെ ആ മെയിൻ സ്പോട്ടിലും പോണേ, മെയിൻ സ്പോട്ടിലൊക്കെ പോവാം. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അവിടെ പോകുന്നതിനേക്കാളും പ്രിഫർ ചെയ്യുക ഞാൻ ഈ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ. കാരണം ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യം ഡേ നൈറ്റ് എന്നൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇവര് അതിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ലോങ് റൈഡ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈദ് സെലിബ്രേഷൻ അല്ല സംഗതി. നമ്മൾ റംലാൻ സമയത്ത് അങ്ങനെ കൂടിയിട്ടില്ല, എല്ലാ സമയത്തും ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ബാച്ചിലർ വൈഫ് ഇപ്പം പിന്നെ ഈ മാസം അവസാനത്തേക്കേ വരുള്ളൂ. അപ്പം ആ സമയത്തിനുള്ളിൽ മാക്സിമം എൻജോയ് ചെയ്യാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ വളരെ ചുരുങ്ങിയിട്ടേ കിട്ടുള്ളൂ. പിന്നെ അടുത്ത നമുക്ക് പിന്നെ അബ്ദു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞല്ലേ? എന്തായിരുന്നു നാട്ടിൽ? ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ, ഇവിടെ വന്നിട്ട് ഡിപ്ലോമയും കൂടെ ചെയ്തിട്ടുണ്ട്. ഡിപ്ലോമ അത് ഏതാന്ന് പറയുന്നോ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് നാട്ടിൽ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കള്ളിനറി പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്ന കാർ സെയിൽസിൽ നിൽക്കുന്നെങ്കിൽ നമുക്ക് ലൈസൻസ് എക്സാം എഴുതണം. അത് കഴിഞ്ഞ് അത് പാസ്സായിട്ടാണ് എനിക്കിപ്പോ കിട്ടിയ ടൊയോട്ടയിലെ ജോലി കിട്ടിയത്. ഈ പിന്നെ കള്ളിനറി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ മലയാളീസ് ആണ് പ്രത്യേകിച്ച് മനസ്സിലായിട്ട് ഷെഫായിട്ട് കള്ളിനറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ കള്ളിനറി എന്നുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഷെഫ്മാരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനം വരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ അവരിടുന്ന ഒരു ടേമാണ് കള്ളിനറി. എനിക്ക് തോന്നുന്നു അന്ന് ദുൽഖർ സൽമാൻ പിന്നെ എന്താ ഹോട്ടൽ എന്താ കണ്ടിട്ടല്ല വന്നത്, അല്ല അതില് കള്ളിനറി എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവന്റെ സമ്മതിക്കായിരുന്നു, കളിനറിയാണ് മോൻ ചെയ്യുന്നത്. ഷെഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ സ്റ്റോറിയൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ അവനിവിടെ ഫ്രാൻസിലോ സ്വിറ്റ്സർലാൻഡിലൊക്കെ സ്വിറ്റ്സർലാൻഡിലൊക്കെ എത്താൻ പറ്റിയിരുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ജവഹർ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ. പ്രോഗ്രാം കോർഡിനേറ്റർ, അതായത് എന്തുണ്ടെങ്കിലും നമ്മൾ ജവഹർഭായിനോട് പറഞ്ഞാല് ജവഹർഭായ് അത് സംഘടിപ്പിക്കുക. എനിക്ക് പിന്നെ ഒരു കാര്യമാണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജവഹർഭായ് ഇത് ഒരു നമ്മുടെ ട്രിപ്പ് അനുസരിച്ച് ഒരു 10 എന്റെ അറിയാതിൽ ഇത് 20ാമത്തെ ഒരു പ്രതിഭയല്ല, അല്ല 20ാമത്തെ ട്രിപ്പാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക ഒരു കഴിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു പരിപാടി, ഇപ്പോൾ ഇഫ്താറിൻ്റെ ഒരു പരിപാടി ആയാലും, അതേപോലെ നമ്മുടെ ലോങ് ട്രിപ്പിൻ്റെ പരിപാടി ആയാലും, ലോങ് ട്രിപ്പ് ആയാലും, നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞ നയഗ്ര ഫോള്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക സ്കില്ലുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിത് കാനഡയിൽ എൻ്റെ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഞാനിങ്ങനെ എന്താ പറയുക, നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് അതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷെ നടത്തി കൊണ്ടുവരുന്ന സമയത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ അതങ്ങ് എന്താ നടക്കാതാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജോർബായുടെ ഒരു ഇത് മനസ്സിലാക്കി വെച്ചാൽ, നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് അത് നമ്മൾ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു, അല്ലെങ്കിൽ അത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു സ്കില്ല് ജോർബായ്ക്കുണ്ട്. അപ്പോൾ അത് ഞാൻ ജോർബായിനെ റെസ്പെക്ട് പറയുന്നു. അതെ, കേൾക്കുന്നുണ്ട്. അതായത് പിന്നെ ഇത്ര നേരം ജവഹർ അതിലായിരുന്നു. അപ്പൊ അതൊക്കെ ജവഹറിന് പിന്നെ എന്താ പറയാ യൂട്യൂബിലൂടെ ഇനി കേൾക്കാം. പിന്നെ അപ്പൊ എന്താ പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ആൾക്കാരെ കേറി മുട്ടി പരിചയപ്പെടുന്ന ഒരു സ്വഭാവം